ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് എല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കറി വെക്കാം. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ ഞങ്ങളെന്ന് പറയുമ്പോൾ എല്ല് സാധാരണ ഞാനൊക്കെ എല്ല് നമ്മൾ എള്ളും കപ്പയും കൂടി ഒന്നിച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങനെ എല്ല് കറി വെക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് മല്ലിപ്പൊടി, നമ്മൾ മസാലകളെല്ലാം ഇട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന മസാലകളും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കെന്നും വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാറായി പോകും. നമ്മളത് കുറുകിയിരിക്കുന്ന രീതി വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് ഇതായിക്കോളും. അപ്പോൾ നമുക്കത് കുക്കറിൽ അടപ്പിലടച്ച് നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. അതപ്പോൾ പിസിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അത് പിന്നെ നമുക്കൊരു 5-6-7 പിസിൽ മാക്സിമം വേണം. കാരണം എല്ലാം ആയതുകൊണ്ട് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ ഉള്ളി ഇതെല്ലാം വെച്ച് നമ്മൾ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം നമുക്കതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ എന്താണ്, വേറെ എല്ലാവരും സുഖമായിട്ടിരിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ അടുത്ത് എല്ല് കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് നല്ലപോലെ കഴുകി എടുക്കാം. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി എടുത്തിട്ട് ശേഷം നമുക്കത് അരിഞ്ഞ് വെക്കാം. സാധാരണ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ എനിക്ക് അത് പേസ്റ്റ് ആക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ ഇങ്ങനെ വിളിച്ചു. അതുപോലെ സവാളയ്ക്ക് പകരം ഞാൻ ഉള്ളിയാണ് മാക്സിമം ചേർക്കാൻ നോക്കുന്നത്. കാരണം ഉള്ളിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ ചെറുള്ളി ചേർക്കുമ്പോൾ. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പിന്നെ ഇഞ്ചി നമുക്കിതിനകത്ത് ചേർന്ന് ഇഞ്ചിയും കൂടി ഉണ്ട്. അപ്പോൾ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് കുരുമുളകൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ കുരുമുളകൊന്നും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയി. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ കുരുമുളകും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടുത്തെ കൊണ്ടുവന്നില്ല മെയിനായിട്ട്. അപ്പോൾ അതേ നമ്മൾ വിസിലെല്ലാം അടിച്ച് നല്ലപോലെ വെന്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കണം. കാരണം വെള്ളം പാകത്തിനായതുകൊണ്ട് നല്ല കുറുകിയിരിക്കണം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇതെല്ലാം വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില സാധാരണ കടുക് ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് കടുക് ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ കടുക് ഇടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നല്ലപോലെ കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആകുമ്പോൾ രണ്ടും എല്ലാം കൂടി ഒന്നിച്ച് നല്ല ഇതായി വന്നോളൂ കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഉള്ളി ചേർക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നും. കാരണം ഉള്ളി ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത് അത് നല്ലൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ആ വേവിച്ച് വെച്ചതിനകത്ത് എന്തെങ്കിലും മസാലയോ എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ മൂപ്പിച്ച് ഉള്ളിയിലേക്കകത്തേക്ക് നമുക്ക് മീറ്റ് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ പച്ച മണവും പച്ചപ്പും ഇതെല്ലാം മാറി നല്ലൊരു ഇതായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ കുക്കറിലേക്കാണ് ഇടുന്നത്. കാരണം ഇങ്ങോട്ട് തിരിച്ച് ഇടണ്ടല്ലോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ അത് കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് ഒന്നും കൂടെ നമ്മളൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മളത് തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ അതൊരു പച്ചമയം പോലെ ആയിരിക്കും. കാരണം അതും കൂടെ നമ്മൾ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അടുപ്പിൽ വെച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചെങ്കിൽ മാത്രമാണ് ശരിക്കും അതിൻ്റെ ആ ഉള്ളി മുപ്പിച്ചതിൻ്റെയും വീണ്ടും മസാല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ അതിനകത്തേക്ക് നല്ലപോലെ ഇറങ്ങത്തുള്ളൂ.
അതുകൊണ്ട് അപ്പോൾ പിന്നെ അത് ചട്ടിക്കകത്ത് ബാലൻസ് വന്ന് അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ചട്ടിക്കകത്തേക്ക് ഇട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയിട്ട് ഞാൻ തിരിച്ച് കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മാക്സിമം എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. കാരണം നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടുതലായതുകൊണ്ട് ഒന്നും തന്നെ ഞാനങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല മാക്സിമം. അപ്പം നമ്മളത് നല്ലപോലെ ഇതാക്കിയിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ കറിയുടെ. അത് കാരണം അതെല്ലാം ആയി അതിനകത്ത് നല്ലപോലെ തിളച്ച് എല്ലാം നല്ല യോജിച്ച് കറക്റ്റ് വെള്ളവും ചാറും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ ഉതിരിന്ന് പറയും, ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഉതിരിന്നാണ് പറയുന്നത്. പുട്ട് കുറ്റിക്കകത്തല്ല നമ്മളുണ്ടാക്കി, അപ്പച്ചമ്പനകത്ത് വെച്ച് നമ്മൾ ആവി കയറ്റി ഉണ്ടാക്കുകയോ ചെയ്തത് കേട്ടോ. അപ്പം പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ വിചാരിച്ച് അന്നേരം ഞാൻ ഈ ചായനോട് പറഞ്ഞു എന്നാൽ പോയി ഇത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞ് എല്ല് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലും പുട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ബ്രെഡുണ്ട്. അപ്പോൾ ബ്രെഡും കറിയും പുട്ടും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക പുട്ടാണ് എടുത്തത്. പുട്ടും ഹസ്ബൻഡും ഞാനും പുട്ടാണ് കേട്ടോ എടുത്തത്. ഞാൻ പുട്ട് എടുത്തിട്ട് കറിയും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നിങ്ങളിന്ന് കഴിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് വിനോദിനി.